വീണ്ടും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് ഇവന്മാരെ ഇടിയും വഴക്കും ചവിട്ടും തൊഴിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി. പക്ഷെ ഇതിൻ്റെ അകത്ത് കിടന്ന ഈ വെള്ളപ്പൂച്ച ഉണ്ടോ, വെള്ളപ്പൂച്ചയാണ് കുറച്ചും കൂടെ ഈ പ്രശ്നക്കാരൻ. ഇവൻ ഈ മറ്റവന് വലിയ പ്രശ്നമൊന്നുമില്ല ഇതാ കിടക്കുന്നതിന്. പക്ഷെ ചില അകത്ത് രണ്ടും കൂടെ അടി കൂടിയിട്ട് അങ്ങനെ സീരിയസ് ആവും. സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും ഒച്ചപ്പാടും ബഹളവും ഓട്ടവും ചാട്ടവും ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും കാണാൻ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഒരു ടോയ്സിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വന്നു സ്ഥലത്ത് ടോയ്സ് കിട്ടുമെന്ന് പറഞ്ഞു. ഇതാ എൻ്റെ ക്യാമറ കിട്ട് തട്ടുന്നതാണ്. അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ഒരു ബോൾ മേടിക്കണം എന്ന് ഏതോ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബോൾ മേടിക്കുന്നതായിരിക്കും. പിന്നെ ഈ പെട്ടിക്കകത്തിട്ടത് കൊണ്ട് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. കാരണം ഇത് ഇതിൻ്റെ അകത്തേ കിടക്കും, വേറെ എവിടെയും കിടക്കില്ല. കാരണം ഇത് സേഫാണ്. നല്ല പുറത്തൊക്കെ നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂടൊക്കെ കിട്ടിയാൽ നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പെട്ടിക്കകത്ത് ഇത് കിടക്കും, വേറെ എവിടെയും കിടക്കില്ല. ഇന്നാൾ തുണി ഉണ്ടായിരുന്നു, ആ തുണി വൃത്തികേടായ കൊണ്ട് തുണി മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് അയാളാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത് വീടിൻ്റെ ഉള്ളിൽ അപ്പിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പിയിട്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞു, അളിയ ഈ പൂച്ചേനെ അങ്ങോട്ടെങ്കിലും മാറ്റണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇത് പിള്ളേരെ പോലെയാണ്, പിള്ളേരെ എവിടെ അപ്പിടാമെന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് എവിടെ അപ്പിടാമെന്ന് പറയാൻ പറ്റില്ല. പിള്ളേരെ അപ്പിയിട്ട് നമ്മൾ കോരിക്കളയില്ലേ, അതേപോലെ ഈ പൂച്ചകൾ അപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിക്കളഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം പുള്ളി എന്നെക്കാട്ടും കൂടുതൽ ഈ പൂച്ചകളെയൊക്കെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായം അതാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും അതേപോലെ തന്നെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുകയും അതേപോലെ കണ്ട ഇതിൻ്റെ കമൻറ്റ് എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ അടിക്കും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ വീട്ടിലുള്ള പൂച്ചകളുടെ പേരും അതേപോലെ പൂച്ചകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നത്. ഇതുവരെ കമൻറ്റ് ചെയ്തെല്ലാം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. പിന്നെ ഇവന്മാരുടെ കൂടുതൽ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഈ ചാനലിൽ എൻ്റെ കൂടെ നിൽക്കുക. ഇതല്ലാതെ ഞാൻ ലവ് ബേഡ്സിനെ മേടിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ക്യാഷ് അതിൻ്റെ സെറ്റായിട്ടില്ല. അപ്പോൾ ഞാനത് മേടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ലവ് ബേഡ്സ് മേടിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. അതിൻ്റെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പരമാവധി പെറ്റ്സിനെ വീട്ടിൽ സെറ്റാക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.